ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ സംസാരിക്കുന്നത് ഹോം ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നടന്ന റിസർവ് ബാങ്കിൻ്റെ മീറ്റിങ്ങിലും റിപ്പോ റേറ്റ് കുറയ്ക്കാനുള്ള ഒരു യാതൊരുവിധ പ്ലാനും ഇല്ലെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോഴുള്ള ഇൻട്രസ്റ്റ് റേറ്റ് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. ചിലപ്പോൾ ബാങ്കുകൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഇന്ന് ഇപ്പോൾ നിങ്ങളൊരു പുതിയൊരു ഹോം ലോൺ എടുക്കാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് പ്രമുഖമായ കുറച്ച് ബാങ്കുകളൊക്കെ എടുത്ത് അവിടെ എത്ര ഇൻട്രസ്റ്റ് റേറ്റ് വരും നിങ്ങൾക്ക് എന്നാണ് നമ്മളിന്ന് മെയിനായിട്ട് വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ കാണുന്ന പോലെ ബാങ്ക് ഓഫ് ബറോഡയിലാണ് നിങ്ങൾ ഒരു ലോൺ അപ്ലൈ ചെയ്യാൻ പോകുന്നതെങ്കിൽ 30 ലക്ഷം വരെയുള്ള ലോൺ, ഇപ്പോൾ ഒരുവിധം ബാങ്കുകളിലെല്ലാം 30 ലക്ഷം വരെയുള്ള ലോണിന് ഒരു ഇൻട്രസ്റ്റ് റേറ്റ്, അതിന് മുകളിലേക്ക് തൊട്ട് 75 ലക്ഷം വരെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ്, അതിന് മുകളിലേക്ക് 75 ലക്ഷത്തിന് മുകളിലേക്ക് ഒരു ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ അങ്ങനെയാണ് മിക്ക ബാങ്കുകളിലും ഇപ്പോൾ വരുന്നത്. അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയുടെ ഒക്കെ 8.4 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഈ ഒരു 8.4, അതായത് ഇവർ നിങ്ങൾക്ക് കാണാമല്ലോ 8.4 to 10.65. അപ്പോൾ 8.4 എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുന്നത് നല്ല സിബിൽ സ്കോർ, അതുപോലെ നല്ല കസ്റ്റമർ, അതായത് നിങ്ങൾക്ക് നല്ലൊരു ബാങ്കായിട്ടൊരു ഹിസ്റ്ററി ഉണ്ട്, നിങ്ങൾ ഓൾറെഡി ലോൺസ് ഒക്കെ എടുത്ത് തിരിച്ചടയ്ക്കുന്ന ആളാണ്. അപ്പോൾ ആ ഒരു നല്ല ആ ഒരു പ്രൊഫൈൽ ഉണ്ടെങ്കിലാണ് നമുക്ക് 8.40 എന്നൊരു ഇൻട്രസ്റ്റ് റേറ്റ് എടുക്കാം. മെയിനായിട്ട് ഇതിൽ നോക്കുന്നത് സിബിൽ സ്കോറാണ്. അപ്പോൾ നിങ്ങളുടെ സിബിൽ സ്കോർ നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് ആ ബാങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങളുടെ സിബിൽ സ്കോർ മോശമാണ്, പിന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഹിസ്റ്ററി ഇല്ല, നിങ്ങളുടെ സാലറി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ റിവ്യൂ ചെയ്തിട്ട് അവർക്ക് ബാങ്കിന് ഓക്കെ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ലോൺ കൊടുക്കാം എന്നുള്ള രീതിയിൽ വരുമ്പം ചില സമയങ്ങളിൽ നിങ്ങൾ ആ ബാങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റിന് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതാണ് 10.65. ഇനി നമുക്ക് ഇതിലിപ്പോൾ ഒരുപാട് ബാങ്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ള ബാങ്ക്സിലൊക്കെ നോക്കാം. SBIയിൽ നോക്കാം. SBIയിൽ നിന്നാണ് കാണുന്നത് 8.5 തൊട്ട് 9.85 വരെയാണ്. 30 ലക്ഷത്തിലാണ് ഞാൻ മെയിനായിട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ അതിന് മുകളിലാണ് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നതാണ്. ഇനി ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നോക്കാം. ബാങ്ക് ഓഫ് ഇന്ത്യയിലും 8.40 തൊട്ട് 10.85 വരെയാണ്. അപ്പോൾ ഇത് പബ്ലിക് സെക്ടർ ബാങ്കുകളിലാണ് മെയിനായിട്ട് നമ്മളിപ്പോൾ കണ്ടത്. ഇനി ഇതിൽ നമ്മൾ ടോപ്പ് ആയിട്ടുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിലൊക്കെ നോക്കാം. അപ്പോൾ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ നിങ്ങൾക്ക് കാണാം, HDFC ബാങ്ക് പറയുന്നത് 8.7 തൊട്ട്, അവർ മാക്സിമം അവർ പറഞ്ഞിട്ടുള്ള എത്രയാണ്. ICICI ബാങ്കും അതുപോലെ 8.75 തൊട്ടാണ്. ആക്സിസ് ബാങ്കിലും നിങ്ങൾ പോയി കഴിഞ്ഞാൽ 8.75 അടയ്ക്കേണ്ടി വരും. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അതുപോലെ 8.75 തൊട്ട് 11.70% വരെയാണ് വരുന്നത്. ഇനി ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസ് ഉണ്ട്, LIC ഹൗസിംഗ് ഫിനാൻസ് ഒക്കെ പോലെയുള്ളത്. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് കാണാം 8.5 തൊട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കമ്പനീസ്, ഹൗസിംഗ് ഫിനാൻസ് കമ്പനികളുണ്ട്, അവരും ലോൺ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരുവിധം ബാങ്കുകളിലെല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് 8.5 അല്ലെങ്കിൽ 8.4 ആ ഒരു റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല സിബിൽ സ്കോറുള്ള ആളുകൾക്കാണ് അത് കിട്ടുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വീഡിയോയുടെ ഒരു പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് എടുത്തിട്ട് നമുക്കൊരു കാൽക്കുലേറ്റർ വെച്ചിട്ട് നോക്കാം എത്ര EMI ഈ ഒരു പെർസെൻറ്റേജിൽ വരും. ഒരു 3-4 ഇൻട്രസ്റ്റ് എടുത്ത് ഇപ്പോൾ നിങ്ങളുടെ സിബിൽ സ്കോർ നല്ലതാണെങ്കിൽ എത്ര വരും അത് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഇതിൽ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഇപ്പോൾ ഇവർ പറയുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അതായത് റിസർവ് ബാങ്കിൻ്റെ റെപ്പോ റേറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് കൂടുകയും അതുപോലെ അവർ കുറയ്ക്കുമ്പോൾ കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പം നിങ്ങൾ ലോൺ എടുത്തു കഴിഞ്ഞാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഇതിൽ കാണുന്ന പോലെ നിങ്ങളിപ്പോൾ ഈ ലോൺ എടുത്തു കഴിഞ്ഞാണെങ്കിൽ ഇപ്പോൾ HDFCയിൽ പോയിട്ട് നിങ്ങൾ 8.7 ലോൺ എടുത്തു. അപ്പോൾ നാളെ റിസർവ് ബാങ്ക് ഇപ്പോൾ 6.50 ആണ് റെപ്പോ റേറ്റ്. അത് നാളെ ഒരു 7 ഒക്കെ ആകുമ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ് അതുപോലെ കൂടും. ഇപ്പോൾ ഈ 8.7 ഒരിക്കലും ഫിക്സ്ഡ് അല്ല, അത് ചിലപ്പോൾ 10.5 ഒക്കെ ആവാം, അല്ലെങ്കിൽ 11 ആവാം, കാരണം അത്രയും രീതിയിൽ ഹൈക്ക് വരുമ്പോൾ. അതുപോലെ റെപ്പോ റേറ്റ് കുറയ്ക്കുന്ന സമയത്തും ഈ ഒരു 8.7 എന്നുള്ളത് അത് കുറഞ്ഞു വരും. അപ്പോൾ വേരിയബിൾ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണത്, ഫിക്സ്ഡ് അല്ല. പക്ഷേ ബാങ്കുകൾ ഫിക്സ്ഡ് ആയിട്ടുള്ള ഇതും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ICICI ബാങ്കിൻ്റെ ഒരു വെബ്സൈറ്റ് ആണ്. ഇപ്പോൾ ഇതിലും ഫിക്സ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഫിക്സ്ഡ് ഹോം ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞ് കാണാനുണ്ട്. അപ്പോൾ എത്ര മാസം ഫിക്സ്ഡ് ആണ്, ഫുൾ ടൈം ഫിക്സ്ഡ് ആണെന്ന് നിങ്ങൾ കണ്ടില്ലേ. ഇവൻ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ് അതിൽ. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാണെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ റിസർവ് ബാങ്ക് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടില്ല. പക്ഷേ ചാൻസസ് ഉണ്ട് വളരെയധികം. ഇനി കുറയ്ക്കാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഇപ്പോൾ കൂട്ടേണ്ടത് ഒരുവിധം കൂട്ടിയുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇനി കൂട്ടിക്കഴിഞ്ഞാണെങ്കിൽ അത് മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഷെയർ മാർക്കറ്റൊന്നും അങ്ങനെ അത്ര അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അത് കാരണം ഇനി കുറയ്ക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ ഫിക്സ്ഡ് എടുക്കാതിരിക്കുകയായിരിക്കും നല്ലത്. എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹോം ലോൺസ് എടുക്കുക, അതായത് വേരിയബിൾ ആയിട്ടുള്ള ഹോം ലോൺ എടുക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ ഈ ബാങ്കുകളുടെ സൈറ്റിലൊക്കെ അവർ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ സിബിൽ സ്കോർ തന്നെയാണ് ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് അവർ കാണിക്കുന്നത്. ഇപ്പോൾ HDFCയിൽ പോയി കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ,
അപ്പോൾ എല്ലാത്തിലും അവർ ക്ലിയർ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് തന്നെ കാണാൻ പറ്റും, പോളിസി റിപ്പോ റേറ്റ് അത് 6.50, അതാണ് ഇപ്പോഴത്തെ റിപ്പോ റേറ്റ്. അതനുസരിച്ച് എങ്ങനെയാണ് ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഈ ഒരു കാൽക്കുലേഷനിലേക്ക് കൊണ്ടുവരുന്നതെന്ന് വരെ അവർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു കാൽക്കുലേറ്ററിൽ 25 ലക്ഷം രൂപ നിങ്ങൾ ലോൺ എടുക്കാൻ നിൽക്കുക 30 വർഷത്തേക്ക്. അപ്പോൾ ഇവരുടെ സ്റ്റാൻഡേർഡ് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 8.75% ആണ്. അപ്പോൾ 8.75% ആകുമ്പോൾ നിങ്ങൾ അടയ്ക്കേണ്ട ഹോം ലോണിൻ്റെ EMI ഏകദേശം 19,668 രൂപയാണ്. അപ്പോൾ ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എടുക്കുന്ന എമൗണ്ട് എത്രയാണ്? 25 ലക്ഷം. പക്ഷെ നിങ്ങൾ അടയ്ക്കുന്ന എമൗണ്ട് 70 ലക്ഷം. അതായത് 45 ലക്ഷം രൂപ നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട് അടയ്ക്കേണ്ടി വരും ഈ 30 വർഷം കാലഘട്ടത്തിൽ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു 8.75 വളരെ നല്ല ക്രെഡിറ്റ് സ്കോറുള്ള ആളുകൾക്കാണ് കിട്ടുക. ഇനി നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ മോശമാണ് എങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റും കൂടും. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, അപ്പോൾ 10% വരുന്ന ഒരാളാണ് നിൽക്കുക, നിങ്ങളുടെ പ്രൊഫൈൽ അത്ര പോരാ. അതായത് പ്രൊഫൈലിൽ നിന്ന് ഉദ്ദേശിച്ചത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ, ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ബാങ്കിന് ഒരു കാറ്റഗറൈസ് ചെയ്യുമല്ലോ. അപ്പോൾ അതിൽ നിങ്ങളൊരു 10% കാറ്റഗറിയിലാണ് വരണയാണെങ്കിൽ നിങ്ങൾ ഏകദേശം 22,000 രൂപ നിങ്ങൾ EMI അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ടോട്ടൽ എമൗണ്ട് വരുമ്പോൾ വളരെ വലിയൊരു ചേഞ്ച് കാണാം. ഇൻട്രസ്റ്റ് എമൗണ്ട് അടയ്ക്കുന്ന എമൗണ്ടിലും നിങ്ങൾക്ക് കാണാം വളരെ വലിയൊരു ചേഞ്ച് നടന്നത്. ഓക്കെ, അപ്പോൾ സിബിൽ സ്കോർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, എങ്ങനെ സിബിൽ സ്കോർ ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാം അതിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ ഹോം ലോൺ എടുക്കുമ്പോഴായാലും മറ്റെന്ത് ലോൺ എടുക്കുമ്പോഴായാലും ഇനി സിബിൽ സ്കോറിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. അപ്പോൾ ഹോം ലോൺ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ, ഇപ്പോൾ പണ്ട് ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഹോം ലോണൊക്കെ വളരെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരുന്നു. 6.5 തൊട്ടൊക്കെ ബാങ്കുകൾ ഹോം ലോൺ കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ അത് ഒറ്റയടിക്ക് ഇപ്പോൾ 8.75 വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അന്ന് 6.5% നിങ്ങൾ ലോൺ എടുത്തിരുന്നു എങ്കിലും യാതൊരു കാര്യമില്ല. കാരണം എന്ന് വെച്ചാണെങ്കിൽ ഇപ്പോൾ റേറ്റ് കൂടി, എല്ലാവരും വേരിയബിൾ റേറ്റ് ആണ് എടുക്കുക. ഇപ്പോൾ ആ 6.5 കിട്ടിയിരുന്ന ആൾക്ക് ഇപ്പം എന്തായാലും 8.5 എങ്കിലും മിനിമം ആ ഒരു ഇൻട്രസ്റ്റ് കയറിയിട്ടുണ്ടായിരിക്കും. അതായത് അയാളുടെ EMI കൂടിയിട്ടുണ്ടായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ വേരിയബിൾ ഫിക്സ്ഡ് എടുക്കുകയാണെങ്കിൽ ആ ഒരു ഫിക്സ് ആയിട്ട് തന്നെ ബാങ്കിന് യാതൊരു ഇതുമില്ല, മാറ്റാനുള്ള ഒരു ഇതില്ല അതവർ. പക്ഷെ അത് ആ ഒരു കേസിൽ നിങ്ങൾ കണ്ടു, ഹൈ ആണ്, ഭയങ്കര ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കര ഹൈ ആണ്. ഓക്കെ, അപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഹോം ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം വളരെ ഹൈയിലാണ് നിൽക്കുന്നത്. ഒരുവിധം എല്ലാ ബാങ്കുകളിലും നല്ല ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. പക്ഷേ ഇനി ചിലപ്പോൾ ഈ ഒരു ഇയർ എൻഡ് ആവുന്നതോടുകൂടി റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുകയാണെങ്കിൽ ബാങ്കുകളും അതുപോലെ തന്നെ ലോണിൻ്റെ പലിശ നിരക്ക് കുറയ്ക്കും. അപ്പോൾ ആ സമയത്ത് ഹോം ലോൺ അതുപോലെയുള്ള എല്ലാ ലോണിൻ്റെ പലിശയും നമുക്ക് നല്ല രീതിയിൽ തന്നെ കുറവ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി ഇതിൽ ഗുണമുള്ളത്, ഇപ്പോൾ ഈ റിസർവ് ബാങ്കിന്റെ പലിശ നിരക്ക് കൂടി നിൽക്കുന്നതുകൊണ്ട് ഗുണമുള്ള ആളുകൾ എന്ന് വെച്ചാണെങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇടുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് വളരെ കൂടുതലാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഹോം ലോൺ എടുക്കുമ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറെല്ലാം നന്നായി ചെക്ക് ചെയ്ത് നല്ല രീതിയിലുള്ള ഏറ്റവും കുറഞ്ഞ റേറ്റിലുള്ള ലോൺ കിട്ടാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് നോക്കുക അത്ര ആവശ്യമില്ലാത്ത ആളുകളാണെങ്കിൽ. കാരണം റേറ്റ് കുറയാനുള്ള ഒരു സാധ്യത ഉണ്ട് ഇനി വരുന്ന ഒക്ടോബർ ഒരു ഡിസംബർ ആ ഒരു സമയത്തോടു കൂടി റേറ്റിനുള്ള കുറേയുള്ള ചാൻസസ് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് വീഡിയോ. ഇനി വീഡിയോയിൽ നിങ്ങൾക്ക് ഇനി ഇതിൽ എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു EMI നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വീഡിയോയുടെ കമൻ്റായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.